ഉത്തമഗീതം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. ശലോമോന്റെ പല്ലക്ക് തന്നെ. ഇസ്രായേൽ വീരന്മാർ 60 വീരന്മാർ അതിൻ്റെ ചുറ്റും ഉണ്ട്. അവരെല്ലാവരും വാളേന്തി യുദ്ധസമർത്ഥന്മാർ. രാത്രിയിലെ ഭയം നിമിത്തം ഓരോരുത്തൻ അരയ്ക്ക് വാൾ കെട്ടിയിരിക്കുന്നു. സ്തോത്രം. ശലോമോൻ രാജാവ് ലെബാനോനിലെ മരം കൊണ്ട് തനിക്ക് ഒരു പല്ലക്ക് ഉണ്ടാക്കി. ഇവിടെ നമ്മൾ വായിച്ച 7-ാമത്തെ വാക്യം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. ഇന്ന് വിശുദ്ധ സഭായോഗമാണല്ലോ. ശലോമോന്റെ പല്ലക്ക് തന്നെ. ഇത് വരുന്നത് എവിടുന്നാ? കടൽക്കരയിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത്. ശത്രുക്കൾ ഇങ്ങനെ നിൽക്കുക, ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവർ നിൽക്കുകയാണ്. പക്ഷേ ആമേൻ, ആ യുദ്ധത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവം അവിടെ ഇറങ്ങി വരികയാണ്. 6-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് സഭ ക്രിസ്തുവിൽ മഹത്വപ്പെടുന്നു. സ്തോത്രം. സഭ ക്രിസ്തുവിൽ മഹത്വപ്പെടുന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ആമേൻ. ഒന്ന്, ചില പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സഭകൾക്കകത്ത് ഒരു വലിയ വിജയം ദൈവം അയക്കാൻ പോവുകയാണ്. സ്തോത്രം. ഇവിടെ വാളും കുന്തവും ഏന്തിയ യുദ്ധസമർത്ഥന്മാരായ പടയാളികൾ നിപ്പുണ്ട്. ഭയം നിമിത്തം അവർ ഓരോരുത്തരും എന്ത് ചെയ്യുന്നു? അരയ്ക്ക് വാൾ കെട്ടിയിരിക്കുന്നു. ഭയമുണ്ട്, പക്ഷേ അവരുടെ അരയിൽ എന്തുണ്ട്? വാളുണ്ട്. സ്തോത്രം. ഇവിടെ 8-ാം വാക്യം പറയുന്നു, എല്ലാവരും വാളേന്തി യുദ്ധസമർത്ഥന്മാർ. ഒരു അഭിഷക്തനെ സൂക്ഷിക്കാൻ. നമുക്കറിയാം, ഈ പുസ്തകം നമുക്കറിയാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. ഇതിനകത്ത് ശലോമോൻ ജ്ഞാനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അരുളപ്പാടുകളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ വരവും കർത്താവിൻ്റെ സഭയും കർത്താവിൻ്റെ ജനവും കർത്താവിൻ്റെ സാക്ഷ്യങ്ങളും ഒക്കെ ഇതിനകത്ത് അലങ്കാര വാക്കുകളായി നിൽക്കുന്നു. എന്നാൽ ഇന്ന് പകലിൽ ഈ വിശുദ്ധമായ ദിവസം ദൈവം പറയുന്നു, യുദ്ധസമർത്ഥന്മാർ. പക്ഷെ അവർക്ക് എന്ത് പറ്റിയെന്നറിയാമോ? രാത്രിയിലെ ഭയം നിമിത്തം. ആമേൻ. നിങ്ങൾ ഭയപ്പെട്ടാണോ രാത്രിയിൽ ഉറങ്ങുന്നത്? രാത്രിയിൽ ഭയമാണോ? രാത്രിയിൽ കിടക്കാൻ കഴിയുന്നില്ലയോ? വാക്കുകളൊക്കെ വളരെ വിതുമ്പോലെയാണോ നിങ്ങൾ പറയുന്നത്? എന്നാൽ ഇന്ന് പകൽക്കാലം വചനം വിളിച്ചു പറയുന്നു, ഭയമുണ്ടെങ്കിലും ഭാരപ്പെടണ്ട. ഓരോരുത്തൻ അരയ്ക്ക് വാൾ കെട്ടിയിരിക്കുക. അവരുടെ മുമ്പിൽ രാജാവുണ്ട്. രാജാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അഹമ്പടി നായകന്മാർ മാത്രമല്ല നിൽക്കുന്നത്, ശക്തന്മാരായ യുദ്ധസമർത്ഥന്മാർ. ഇന്ന് പകലില് ദൈവപൈതലെ നിന്നെ സൂക്ഷിക്കാൻ, നിന്റെ യാത്രകളിലും പോക്കിലും വരവിലും ഒക്കെ നിന്നെ സൂക്ഷിപ്പാൻ യുദ്ധസമർത്ഥന്മാരായ ദൂതന്മാരെ ദൈവം ആക്കിയിട്ടുണ്ട്. അത് ഇന്നുമല്ല, എല്ലാ കാലത്തും തൻ്റെ ഭക്തന്മാരെ സൂക്ഷിക്കാൻ ദൈവം യുദ്ധസമർത്ഥന്മാരായ ആമേൻ വ്യക്തികളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഉത്തമൻ 6-8 നമ്മൾ പഠിക്കുമ്പോൾ, 2 ശമൂവേലിൻ്റെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം പഠിക്കുമ്പോഴും, 1 ദിനവൃത്താന്ത പുസ്തകം 11-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം കൂടി ചേർത്ത് പഠിക്കുമ്പോൾ, എന്നാൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 91-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയും വളരെ വ്യക്തമായി പറയുന്നു, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും. കണ്ടോ, രാത്രിയിൽ ഭയം വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? വാൾ അരക്കി കെട്ടി. അപ്പോ രാത്രിയിൽ ഭയം നേരിട്ടു.
ഇന്ന് പകലിൽ ഭയത്തിന് നടുവിൽ ആയിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? ആരെയൊക്കെയോ ഫേസ് ചെയ്യാനുള്ള ഭയം, ആരെയൊക്കെയോ ആമേൻ കാണുമ്പോൾ ഒരു ഭയം. എന്നാൽ 45-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുന്നു. വീരന്മാരായുള്ളവേ, നിന്റെ വാൾ അരക്കി കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. കണ്ടോ, അവിടെ വീരന്മാരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇവിടെയും വീരന്മാരാണ് വാൾ അരക്കി കെട്ടിയിരിക്കുന്നത്. കർത്താവിൻ്റെ വേല ചെയ്യുന്ന വ്യക്തികൾ സാധാരണക്കാരല്ല. അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വീരന്മാരാണ്. ആമേൻ. അവർ ദൈവത്തിൻ്റെ ജോലിക്കാരാണ്. ഇപ്പം നമ്മൾ ചെറിയ ആളാണോ? അല്ല. നമ്മൾ ആരാ? ദൈവത്തിൻ്റെ ജോലി ചെയ്യുന്നവരാ. നമ്മളുടെ യജമാൻ ആരാ? ദൈവമാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന കർത്താവിൻ്റെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ യുദ്ധസമർത്ഥന്മാരായ വ്യക്തികളെ അരയ്ക്ക് വാൾ കെട്ടി അവർ സന്നദ്ധരാണ്. അവരെ നിനക്കും എനിക്കും ചുറ്റും കാവലാക്കി നിർത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ ആത്മാവിൻ്റെ നിയോഗം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാണ്. അതാണ് 2 ശമൂവേലിന്റെ പുസ്തകം 23:8 പറയുന്നത്. ദാവീദിന് ഉണ്ടായിരുന്ന വീരന്മാരുടെ പേരുകളാവിത്. പ്രൈസ് ദി ലോർഡ്. തുടങ്ങി അവിടെ വീരന്മാരുടെ ഒരു വലിയ പട്ടിക തന്നെ അവിടെ വിളിച്ചു പറയുന്നു. നായകന്മാർ, തലവൻ എന്ന് തുടങ്ങി ഒരേ സമയത്ത് ആക്രമിച്ചു കൊന്ന വ്യക്തികളെ കുറിച്ചെല്ലാം പുസ്തകത്തെ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവകുഞ്ഞെ, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് അതാത് സമയത്ത് നടന്നുകൊണ്ടേയിരിക്കും. ആർക്കും അതിന് തടയാൻ കഴിയില്ല. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ അംബാസഡറായിരിക്കുന്ന നമ്മെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെ ആരെങ്കിലും മുമ്പിലോട്ട് വന്നാൽ പോലും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നീയും ഞാനും ദൈവത്തിൻ്റെ അംബാസഡർ. കർത്താവിലേക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ എല്ലാ സഭായോഗങ്ങളെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഭക്തന്മാരെ ഏൽപ്പിക്കുന്നു, കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു, ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്നു, വാഹനങ്ങളെ ഏൽപ്പിക്കുന്നു. അപ്പ സൂക്ഷിക്കണം, പരിപാലിക്കണം, രക്തം കൊണ്ട് മുദ്രിടണമേ അപ്പ. ഞങ്ങൾക്ക് ചുറ്റും യുദ്ധസമർത്ഥന്മാരായ വീരന്മാരെ അരയ്ക്ക് വാളും കെട്ടി നിർത്തിയിരിക്കുക. സ്തോത്രം. കൃപയിൽ പൊതിയും യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം ഈ വിശുദ്ധം അനുഗ്രഹിക്കട്ടെ.